ധനുഷേ, സിനിമയൊക്കെ കാണാറുണ്ടല്ലോ. പിന്നെ ഷെയ്ൻ നിഗത്തിനെയാണോ ഉണ്ണി മുകുന്ദനെയാണോ ഇഷ്ടം? രണ്ടുപേരും ഇഷ്ടമല്ല. നിങ്ങൾ എന്നെ വലച്ചു കളഞ്ഞപ്പോൾ പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. ഷെയ്ൻ നിഗം ഉണ്ണി മുകുന്ദൻ ഫാൻസ് അസോസിയേഷൻ, അതിൻ്റെ ഒരു വാക്കുണ്ട്. ഞാൻ ജോണേട്ടാ ഞാൻ കണ്ടായിരുന്നു. ആക്ച്വലി ഷെയ്ൻ നിഗം ഒരു നമ്മളിപ്പോൾ അറിയാലോ, ഇപ്പോൾ ഏത് സിനിമ വന്നാലും ഇപ്പോൾ ഓൺലൈൻ സിനിമാ മീഡിയകളുടെ അതിപ്രസരമാണ്. ഞാൻ ആ വാർത്ത കണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഈ ഓൺലൈൻ വ്ളോഗേഴ്സിന് വരെ സിനിമാക്കാർ കണ്ടന്റ് ക്രിയേഷൻ, സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് റീൽസിലൂടെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഷെയ്ൻ നിഗം കഴിഞ്ഞ ദിവസം ഷെയ്ൻ നിഗം ഉണ്ടായിരുന്നു, ബാബുരാജ് ഉണ്ടായിരുന്നു, ആ പെൺകുട്ടിയുടെ പേര് എനിക്ക് അറിയില്ല, ഓക്കെ, ആറാട്ടെണ്ണം പറയുന്നത് കേട്ടു, മഹിമ നല്ല കുട്ടിയാണ് പറയുന്നത്, അതിലൂടെയാണ് എനിക്ക് പേര് വന്നത്. അപ്പോൾ അതിൽ അവരിരുന്ന് സംസാരിക്കുന്നത് വളരെ കാഷ്വൽ ആയിട്ടുള്ള ടോക്കാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ കാഷ്വൽ ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തും പറയും. ഇപ്പൊ നമ്മുടെ പച്ചത്തെറികളുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ, അതുവരെ കാഷ്വൽ ആയി കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ, സ്വാഭാവികമായിട്ടും ഇല്ലേ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങളും നമ്മൾ എന്താണ്, തെറിയാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിലയിൽ നിന്നും നമ്മുടെ ഈ 2K പിള്ളേരുണ്ടല്ലോ, അവരെ 2K ഡാഷ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ആ 2K പിള്ളേർ ഉപയോഗിക്കുന്ന രീതി വച്ചിട്ട് ആ തെറികളെല്ലാം നോർമലൈസ്ഡ് ആയി കഴിഞ്ഞു. സിനിമയിൽ പോലും തെറികൾക്കൊന്നും ഇപ്പൊ സെൻസറിങ് ഒന്നും ഇല്ല, സത്യം പറഞ്ഞാൽ സിനിമയിൽ പോലും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് വളരെ ചർച്ച കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാകും, വളരെ കാഷ്വൽ ആയിട്ട് ഷെയ്ൻ നിഗം, മഹിമ ഏത് പടമാണെന്ന് എനിക്ക് ഓർക്കുന്നില്ല, ജയ് ഗണേഷ് ഇപ്പൊ വന്ന സിനിമയാണ്, ആവേശത്തിന്റെ കൂടെയൊക്കെ വന്നൊരു പടമാണ്. ജയ് ഗണേഷ് അഭിനയിച്ചു. അതിനുശേഷം മഹിമ ഷെയ്ൻ നിഗത്തിന്റെ കൂടെ അഭിനയിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഷെയ്ൻ നിഗത്തിന്റെ കൂടെ രസകരമായ മറ്റൊരു കാര്യമുണ്ട്. ഈ ഓൺലൈൻ ചാനലുകളിലെ മറ്റൊരു വാർത്ത ഇപ്പം സ്ഥിരം ധനുഷ് കാണുന്നുണ്ടായിരിക്കും, മഹിമ നമ്പ്യാരും ഉണ്ണി മുകുന്ദനും എന്നാണ് കല്യാണം കഴിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് അവർ പറയും. അപ്പോൾ അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഷെയ്ൻ നിഗത്തിന്റെ കൂടെയാണോ ഉണ്ണി മുകുന്ദന്റെ കൂടെയാണോ കൂടുതൽ ജോഡി എന്ന് പറയുമ്പോൾ ഷെയ്ൻ നിഗം വളരെ കാഷ്വലായിട്ട് പറയുന്ന ഒരു സാധനമാണ്. വളരെ കാഷ്വലായിട്ട് ഷെയ്ൻ നിഗം പറയുന്നു ഉണ്ണി മുകുന്ദന്റെ കൂടെ ആയിരിക്കും. ഉണ്ണി മുകുന്ദന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരാണ് UMF, ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്നാണ്. അപ്പം ആ സിനിമയുടെ അതിൻ്റെ പേര് ആദ്യം കേട്ടപ്പോഴേ എനിക്ക് തോന്നി ഇതൊരു എന്താണ്, ഒരു പ്രശ്നമായിട്ട് വരുമല്ലോ. കാരണം അത് ചേർത്ത് വായിക്കുമ്പോൾ മലയാളത്തിൽ ഒരു പച്ചത്തെറിയാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് എനിക്ക് ആദ്യം തോന്നി. കാരണം നമുക്ക് ഈ കൊച്ചു പിള്ളേരുടെ ട്രെൻഡൊക്കെ കൃത്യമായിട്ട് അറിയാമല്ലോ. ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ സിനിമാ നടന്മാരെ കളിയാക്കാൻ വേണ്ടിയിട്ട് എന്തോരം ഗ്രൂപ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. മമ്മൂട്ടിക്ക് വട്ടപ്പേരുണ്ട്, മോഹൻലാലിന് വട്ടപ്പേരുണ്ട്, സുരേഷ് ഗോപിക്ക് വട്ടപ്പേരുണ്ട്, പല സിനിമാ നടന്മാർക്കും അത്തരത്തിലുള്ള പേരുണ്ട്. FFC, വാട്ടർ ബോട്ടിൽ, അങ്ങനെ പറഞ്ഞ പല ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പുകളുള്ള ഒരു സമയത്ത് നമ്മൾ കുറച്ചൊന്ന് ഒരു സംയമനം പാലിക്കണ്ടേ. അപ്പോൾ ഈ UMF എന്ന് പറഞ്ഞ ഒരു പേരെടുത്തിട്ട് ആ ഉണ്ണി മുകുന്ദൻ ഇങ്ങനെ ഒരു സാധനമുണ്ട് UMFI, അതായത് ഉണ്ണി മുകുന്ദൻ ഫാൻസിൻ്റെ. പക്ഷേ ഷെയ്ൻ നിഗത്തിൻ്റെ ഭാഗത്തും ചിന്തിക്കുകയാണെങ്കിൽ ഷെയ്ൻ നിഗം അത് വളരെ കാഷ്വലായിട്ട് പറഞ്ഞൊരു ടോക്കായിട്ടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. പക്ഷേ അത് ഇവിടുത്തെ സംഘപരിവാർ ഏറ്റെടുത്തു, അത് വലിയ പ്രശ്നമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഷെയ്ൻ നിഗത്തിന് വളരെ മോശമായിട്ട് ഷെയ്ൻ നിഗം പറഞ്ഞു എന്ന് പറഞ്ഞു ഉണ്ണി മുകുന്ദനെതിരെ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ഷെയ്ൻ നിഗം എന്നത് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ൻ നിഗം അത് പറഞ്ഞു, ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയ്ൻ നിഗം പിൻവലിക്കുകയും ചെയ്തു. അത് മുഴുവൻ വീഡിയോയും കാണണം. ഞാനും ഉണ്ണി മുകുന്ദനും തമ്മിൽ യാതൊരു പ്രശ്നമില്ല. സത്യത്തിൽ ഞാൻ പറയട്ടെ, സത്യത്തിൽ അങ്ങനെ തന്നെയാണ്. സത്യത്തിൽ അത് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകും അങ്ങനെയാണെന്ന്. പക്ഷേ ഷെയ്ൻ നിഗത്തിന്റെ വായിൽ നിന്ന് അങ്ങനെ വീണുപോയി. പിന്നെ ഞാൻ ഷെയ്ൻ നിഗത്തിനെ, പിന്നെ നമ്മുടെ വേറൊരു പുള്ളിക്കാരനുണ്ടല്ലോ മൊബൈലൊക്കെ എടുത്തെറിയുന്ന ഷൈൻ ടോം ചാക്കോ, ഇവരെയൊക്കെ ഞാനൊരു കിളി പോയ കൂട്ടത്തിൽ ഞാൻ കാണുന്ന, അത് ചിലപ്പോൾ ഇനി എന്റെ പ്രശ്നമാണോ എന്നറിയില്ല, ഇനി എന്റെ കിളി പോയതുകൊണ്ടോ എന്നറിയില്ല, ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക, പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുക. പക്ഷെ ആഫ്റ്റർ ഓൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അവർ നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് എന്റെ ചോദ്യം. ഗംഭീര നടന്മാരാണ്. ഷെയ്ൻ ടോം ആയിരുന്നാലും നമ്മുടെ ഷെയ്ൻ നിഗമായിരുന്നാലും ഗംഭീര നടന്മാരാണ്, ഒരു രക്ഷയില്ല. ഷെയ്ൻ നിഗത്തിന്റെ ഒക്കെ ചില സിനിമകൾ കാണണം, അദ്ദേഹത്തിന്റെ അഭിനയം സ്വഭാവത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് ഞാൻ പറയുന്നതല്ല, അത് ഈ അമ്മ സംഘടന പുള്ളിക്കാരനെ വിലക്കി നമ്മുടെ ഒരു സിനിമ വന്നല്ലോ 100 കോടി ക്ലബ് അടിച്ച എന്തോ ആ സിനിമയുടെ സീൻ മോനെ പാട്ടൊക്കെ ഉള്ള ഒരു സിനിമ വന്നല്ലോ. ആ സിനിമയിലെ സെറ്റിലൊക്കെ വളരെ പ്രശ്നക്കാരനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മയാണ് ഷെയ്ൻ നിഗത്തിനെ നയിക്കുന്നത്. കാരണം ഷെയ്ൻ നിഗത്തിന് എന്തൊക്കെയോ പ്രശ്നമുള്ളതുകൊണ്ട് അമ്മ പറയും മക്കളെ അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറയുന്നതാണ് പല കഥകളും. അതുപോലെ തന്നെ നമ്മുടെ ഷൈൻ ടോം ചാക്കോ അസാധ്യ നടനാണ്. പുള്ളിക്കാരൻ്റെ ഭീഷ്മപർവ്വത്തിലെ ആ
ആ ഒരു പെർഫോമൻസ് കണ്ട് ഞാൻ പുള്ളിയുടെ ഫാൻ ആയതാണ്. ഒരു രക്ഷയില്ലാത്ത നടനാണ്. ഏത് റോള് കിട്ടിയാലും പുള്ളി പുറമേ നമ്മൾ എന്താണ് സംസാരിക്കുന്നത് എന്നൊന്നുമില്ല. അകമേ പുള്ളി ജോലിക്ക് വന്നാൽ പുള്ളി പക്കയാണ്. ഷൈൻ നിഗത്തിനെ പോലെ അല്ല ജോലിക്ക് വന്നാൽ. അതുപോലത്തെ ഒരു നല്ല നടനാണ് വിനായകനും. 100% പ്രൊഫഷണലാണ് വിനായകൻ. പക്ഷെ ഇവർ പുറത്ത് പറയുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ വലിയ രീതിയിൽ വളച്ചൊടിക്കപ്പെടും. അവർ മനസ്സിലൊന്നും ഇല്ല എന്ന് അവരെ കുറിച്ച് അങ്ങനെ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കുന്നില്ല. എന്താണോ മനസ്സിൽ വരുന്നത് അത് പറയുന്നു. അത് ഒന്നാമത്തെ വശം. ഇനി നമുക്ക് ആ വശം അങ്ങോട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഉണ്ണി മുകുന്ദനിലോട്ട് വരാം. ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ ഒരു നടൻ വളരെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് ഇവിടുത്തെ മട്ടാഞ്ചേരി മാഫിയയും. മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞൊരു പാരലൽ വേൾഡ് ആണ് എന്നാണ് പല ആൾക്കാരും പറയുന്നതെങ്കിൽ പോലും നമ്മളിപ്പോൾ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞ് വാക്ക് പറയുമ്പോൾ തന്നെ പല ആൾക്കാരും അസ്വസ്ഥരാകും. അത് പാരലൽ വേൾഡ് ആണെങ്കിൽ നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥരാകുന്നത്? അതല്ലേ ചോദ്യം. അത് പാരലൽ വേൾഡ് ആണ്, നിങ്ങൾ മിണ്ടായിരിക്കും. ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. അത് ചെയ്യില്ല, അസ്വസ്ഥരാകും. മട്ടാഞ്ചേരി മാഫിയോ അങ്ങനെ ഇല്ലാത്തൊരു കാര്യത്തെ കുറിച്ച് പറഞ്ഞ ആർക്കെന്താ? ആർക്കൊന്നുമില്ല ഇല്ലാത്തൊരു കാര്യത്തെ കുറിച്ച് പറഞ്ഞാൽ. പക്ഷെ അസ്വസ്ഥരാകും. ഇപ്പൊ ഈ ഉണ്ണി മുകുന്ദൻ ഇവിടുത്തെ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഇവര് പറയുന്ന സോ കോൾഡ് പാരലൽ വേൾഡിനെ ഭയങ്കരമായിട്ട് അസ്വസ്ഥമാക്കുന്നുണ്ട്. നമുക്കറിയാം ഉണ്ണി മുകുന്ദൻ്റെ എല്ലാ സിനിമയിലും ഒരു എന്താണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം വിധു വിൻസെന്റിന്റെ അത് സംവിധായകനാണെന്നാണ് പറയുന്നത്. ഏത് പടമാണെന്ന് എനിക്കറിയില്ല. ഒരു മാധ്യമപ്രവർത്തകൻ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്കറിയാം. അത് ശരി. വിധു വിൻസെന്റിന്റെ ഒരു വീഡിയോ പൊങ്ങി വന്നിട്ടുണ്ട്. അതായത് മാളികപ്പുറം സിനിമ ഇവിടെ എങ്ങനെ വിജയിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അയ്യോ ഇതെങ്ങനെ വിജയിച്ചു ഈ സിനിമ? അത് വിജയിക്കുമ്പോൾ ഇവർക്ക് എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഉണ്ണി മുകുന്ദൻ അത്തരത്തിൽ ഒരു അടിയന്തരാവസ്ഥ നേരിടുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഉണ്ണി മുകുന്ദൻ്റെ കയ്യിൽ നമ്മുടെ ഹനുമാൻ സ്വാമിയെ വെച്ചുകൊണ്ട് ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ ഉണ്ണി മുകുന്ദൻ എതിരെ താഴെ മോശപ്പെട്ട കമന്റുകൾ വന്നു. ഹനുമാൻ കൊറോണ മാറ്റുമോ എന്നുള്ള രീതിയിൽ ഒരു സിനിമാ നടൻ, ഉണ്ണി മുകുന്ദൻ്റെ സഹപ്രവർത്തകനായ സിനിമാ നടനെ പോസ്റ്റ് ഇട്ടു. അതിനുശേഷം ആ സഹപ്രവർത്തകൻ ശബരിമലയിലേക്ക് പോകാൻ കെട്ടി നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടായിരുന്നു. അതിന്റെ താഴെ ചെന്ന് ഈ പറയുന്ന സംഘപരിവാർ പ്രവർത്തകർ എന്താ ശബരിമലയിൽ പോയാൽ അയ്യപ്പൻ കൊറോണ മാറ്റുമോ എന്ന ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, കാരണം ഞങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടു. അപ്പോൾ ഉണ്ണി മുകുന്ദൻ്റെ പല കാര്യങ്ങളും ഇവിടെയുള്ള ഗ്ലോറിഫിക്കേഷനാണ്, ഹൈന്ദവതയുടെ ഗ്ലോറിഫിക്കേഷനാണ്. ഹൈന്ദവത വല്ലാതെ ഗ്ലോറിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഈ മട്ടാഞ്ചേരി മാഫിയ ടീമിനെ വളരെയധികം അസ്വസ്ഥതപ്പെടുന്നുണ്ട്. എത്രയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും നമുക്കിപ്പോൾ അറിയാം, ആവേശം സിനിമ ഇറങ്ങിയ ശേഷം എന്തോരം ആവേശത്തെക്കുറിച്ചുള്ള കഥകളാണ് വന്നത്. ആവേശത്തെക്കുറിച്ചുള്ള കഥകൾ വന്നത് പല കുട്ടികളും ഇതുപോലെ പാർട്ടികൾ നടത്താൻ പോകും. തമിഴ്നാട്ടിൽ DMKയുടെ MLA മകൻ അങ്കണവാടി കയറി ആവേശം കളിച്ചു. അതിന്റെ അർത്ഥം എന്താ? ആ MLA മകനെ പോലും ഇത് സ്വാധീനിക്കുന്നുണ്ട്. പിന്നെയാണ് ഇവിടുത്തെ കൊച്ചു പിള്ളേർക്ക് ആ ബോധം മട്ടാഞ്ചേരി മാഫിക്ക് കൃത്യമായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ദൃശ്യ സിനിമ ഇറങ്ങിയ ശേഷവും എത്ര ദൃശ്യം മോഡൽ കൊലപാതകങ്ങളാണ്. ശ്രീജിത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇപ്പൊ എളുപ്പമാണ് എവിടെയെങ്കിലും എളുപ്പമാണ്. അതുപോലെ ഉണ്ണിയും ഇതുപോലെ ഒരു ഹൈന്ദവതയുടെ ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാമോ? ഒരു ചന്ദനത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പടം, അത് മതി. അയ്യോ ഹൈന്ദവതയുടെ ഗ്ലോറിഫിക്കേഷൻ. അല്ലെങ്കിൽ ഒരു നെറ്റിയിൽ ഒരു കുറി ഇടുക, അത് മതി. ഒരു സേവാഭാരതിയുടെ ആംബുലൻസ് കാണിക്കുക, അത് മതി. അതാണ് ഹൈന്ദവ ഗ്ലോറിഫിക്കേഷൻ എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥ ഹൈന്ദവ ഗ്ലോറിഫിക്കേഷൻ സത്യം പറഞ്ഞാൽ ഇതൊന്നും അല്ല. അതൊക്കെ രാജമൗലിയെ പോലുള്ളവർ ഇവിടെ കാണിക്കുന്നുണ്ട്. അതൊന്നും പിന്നെ അവർക്ക് തൊടാൻ പറ്റത്തില്ല. അവർക്കറിയാം, തൊട്ടാൽ കീറിപ്പോകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർക്ക് തൊടാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഹൈന്ദവ ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുകയും അങ്ങനെ ഗ്ലോറിഫിക്കേഷൻ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ആവേശം കണ്ട് ആവേശം പിടിച്ച, ദൃശ്യം കണ്ട് ദൃശ്യം മോഡൽ കൊലപാതകത്തിനടങ്ങിയ പിള്ളാരി തെങ്ങാനും കണ്ട് നാളെ ഇനി വല്ല അമ്പലത്തിൽ വല്ലതും പോകാനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ മട്ടാഞ്ചേരി മാഫിയയുടെ കയറി എന്നുള്ള ലെവലിലേട്ട് അവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഉണ്ണി മുകുന്ദന് അതിഭീകരമായിട്ടുള്ള എതിർപ്പ്. പുള്ളിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പച്ചയ്ക്ക് വെട്ടിത്തുറന്ന് പറയുകയും ചെയ്യും. ഈ നമ്മുടെ കേരളത്തിലെ ഒരു അലിഖിത നിയമം എന്ന് പറഞ്ഞാൽ, നരേന്ദ്രമോദി ഇപ്പോൾ പറയുകയാണ്, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് മോദി പറയുകയാണ്. പക്ഷേ മോദി പറഞ്ഞത് കൊണ്ട് മാത്രം ഞങ്ങൾ സിഗരറ്റ് വലിക്കും, നമുക്ക് ഇഞ്ചൂറിയസ് അല്ല. ഇപ്പം നരേന്ദ്രമോദി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സ്മോക്കിംഗ് ഇഞ്ചൂറിയസ് തന്നെയാണ്. ഉണ്ണി മുകുന്ദൻ ആ ഒരു ലൈനിൽ പെടുന്ന ഒരാളാണ്. ഉണ്ണി മുകുന്ദൻ എല്ലാം വെട്ടി തുറന്ന് പറയും. അതായത് മോദിയുടെ കൂടെ പട്ടം പറത്തിയിട്ടുണ്ട്, മോദി എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ പറയും നിങ്ങൾ BJP കാരനാണ് ഉണ്ണി മുകുന്ദൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉണ്ണി മുകുന്ദൻ എല്ലാം വെട്ടി തുറന്ന് പറയുന്ന ആളായതുകൊണ്ട് നമ്മുടെ മട്ടാഞ്ചേരി മാഫിയയ്ക്ക് ഉണ്ണി മുകുന്ദൻ വലിയ രീതിയിൽ ഇതാണ്. പിന്നെ ഉണ്ണി മുകുന്ദൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, സൈനികവുമായിട്ട് തെറ്റിച്ച് നോക്കി നമുക്ക് പറയുകയാണെങ്കിൽ ഉണ്ണി മുകുന്ദൻ ഒരു നെപ്പോക്കിട്ടല്ല, നെപ്പോട്ടിസം വഴി വളർന്നു വന്ന ഒരാളല്ല. ഉണ്ണി മുകുന്ദൻ നമ്മുടെ നിവിൻ പോളി കഴിഞ്ഞ സിനിമയിൽ പറഞ്ഞതുപോലെ തനിയെ വഴിവെട്ടി വന്നവരാണെന്ന് പറഞ്ഞ പോലെ പുള്ളിക്ക് ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. പുള്ളി ഉദ്ദേശിക്കുന്ന സിനിമകൾ പുള്ളിക്ക് ചെയ്യാൻ പറ്റും. പുള്ളി അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പുള്ളി നീറ്റാണ്, വളരെ പ്ലാൻഡ് ആണ്, നീറ്റാണ്. പിന്നെ ഉണ്ണി മുകുന്ദന്റെ ഭാഗത്തു നിന്നും ഞാൻ ചില മണ്ടത്തരങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത്, പിന്നെ നമ്മുടെ ഈ ബിഗ് ബോസിൽ ഇപ്പോൾ ഉള്ള സീക്രട്ട് ഏജന്റുമായിട്ട് ഒരു ക്ലാഷ് ഉണ്ടായല്ലോ, അതൊരു ആവശ്യമില്ലാത്ത കാര്യമല്ല. അവനെ വെറുതെ വളർത്തി വിടാൻ വേണ്ടി വിട്ടുകളയുക. ഉണ്ണി മുകുന്ദനെ പോലെ ഇപ്പൊ ഞാൻ ഉണ്ണി മുകുന്ദനെ ഇവിടെ ഇരുന്ന് തെറി വിളിക്കുകയാണ്. ഉണ്ണി മുകുന്ദൻ വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് എടാ നീ എന്നെ പറ്റി തെറി വിളിച്ചല്ലോ, നീ എന്നെ പറ്റി എന്താടാ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞ ആർക്കാ മൈലേജ്?
ധനുഷിന് എനിക്കാണ് മൈലേജ്. അത് ഉണ്ണി മുകുന്ദൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഉണ്ണി മുകുന്ദന്റെ വലിപ്പം ഉണ്ണി മുകുന്ദൻ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ നമ്മുടെ മട്ടാഞ്ചേരി മാഫിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു കേസ് അറിയാലോ. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വെച്ച് തട്ടിച്ചു നോക്കി മമ്മൂട്ടിയെ ഗ്ലോറിഫൈ ചെയ്ത് മോഹൻലാലിനെ ഇടിച്ച് താഴ്ത്തുക എന്നുള്ളൊരു, അതായത് മോഹൻലാൽ മാത്രമാണ് എന്താണ് വർമ്മ, നായർ, മേനോൻ, നമ്പ്യാർ ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. മമ്മൂട്ടിയുടെ വലിയേട്ടന്റെ ക്യാരക്ടർ നോക്കുന്നില്ല, ധ്രുവത്തിലെ മഞ്ഞാടിയാർ വർമ്മ അത് നോക്കുന്നില്ല, എത്രയോ ക്യാരക്ടർ മമ്മൂട്ടി ചെയ്തിട്ടുണ്ട്. അതൊക്കെ മറച്ചു വെച്ച് മോഹൻലാലിനെ കൂടെ, അതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. അപ്പോൾ ഉണ്ണി മുകുന്ദൻ ആ ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ മട്ടാഞ്ചേരി മാഫിയ നല്ലൊരു രീതിയിൽ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഷൈനികത്തിന്റെ കാര്യം. പാവം പുള്ളിക്കാരൻ്റെ വായിന്ന അബദ്ധത്തിൽ ഒരു വാക്ക് വീണുപോയി, ഇല്ലേ? അത് വീണുപോയി. അതിനെ ഇപ്പൊ പുള്ളിക്കാരൻ എന്താ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ട്, നിങ്ങൾ ആ വീഡിയോ മൊത്തം കാണുമെന്ന് പോസ്റ്റ്. പുള്ളിക്കാരൻ കുഴപ്പം പിടിച്ചവനാണ്. അമ്മയ്ക്ക് ശാന്തിവിള ദിനേശ് പറഞ്ഞ പോലെ നമ്മൾ പറയുന്നില്ല. ശാന്തിവിളെ ഈ ചർച്ചയിലോട്ട് നമുക്ക് കൊണ്ടുവരുന്നത് നമ്മളാ ലൈനേ അല്ല. അല്ല നമ്മൾ കാര്യങ്ങൾ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുന്ന ആൾക്കാരാണ്. ഇപ്പൊ പറയും, ഇപ്പൊ കമന്റ് ബോക്സിൽ ചില ആൾക്കാർ നിഷ്പക്ഷമായിട്ടാണോ നീ വിലയിരുത്തിയത്, അതൊരു മട്ടാഞ്ചേരി മാഫിയാണ്. അപ്പൊ നമുക്ക് ശരി നിർത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.